എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയില് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. PSC എക്സാമിന് ഇഷ്ട സബ്ജക്റ്റിൽ പെട്ടതാണ് മഹാത്മാഗാന്ധി അല്ലേ. നമ്മുടെ പുതിയ SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ് ആണ്. അതിൽ മഹാത്മാഗാന്ധിയുടെ കുറേയധികം വസ്തുതകൾ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട കുറേയധികം വസ്തുതകൾ പങ്കുവെക്കുന്നു. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം അല്ലേ. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. എന്തായാലും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. പുതിയ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ് ആണ്. നമുക്കറിയാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ കളരി തുടങ്ങുന്നത് ദക്ഷിണാഫ്രിക്കയിലാണെന്നല്ലേ. ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ കളരി. അപ്പോൾ ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്ക എന്ന് എഴുതണം. 20 വർഷക്കാലമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചത്, അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാം. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തുന്നത്. ആരുടെയാണ്? ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി എവിടെ എത്തുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണെന്ന് മനസ്സിലാക്കി. 20 വർഷക്കാലമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചത്. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. അതുകൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു 1893 മുതൽ 1914 വരെയുള്ള അദ്ദേഹത്തിന്റെ ദക്ഷിണാഫ്രിക്കയിലെ വർഷങ്ങൾ എന്ന് പറയുന്ന 1893 മുതൽ 1914 വരെയുള്ള ഒരു അഭിഭാഷകനായി അവിടെ എത്തിയ അദ്ദേഹം പിന്നീട് എന്തായിട്ട് ഒരു ജനകീയ നേതാവായും സത്യാഗ്രഹ ഉപജ്ഞാതാവായും മാറുകയായിരുന്നു. ആര്? ഗാന്ധിജി. നമുക്കറിയാം പീറ്റർ മാരിസ്ബർഗ് ട്രെയിൻ സംഭവം കേട്ടിട്ടുണ്ടോ? പീറ്റർ മാരിസ്ബർഗ് ട്രെയിൻ സംഭവം 1893 ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഉടൻ 1ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ടും വംശീയ വിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ പീറ്റർ മാരിറ്റ്സ്ബർഗ് സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ആ സ്റ്റേഷന്റെ പേര് ഓർത്തിരിക്കണം, പീറ്റർ മാരിറ്റ്സ്ബർഗ് ആണ്. ഈ അപമാനം വംശീയ വിവേചനത്തിനെതിരെ പോരാടാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചതാണ് അല്ലെ. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരിൽ നിന്നും ഏഷ്യക്കാരും കറുത്ത വർഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെയാണ് ഗാന്ധിജി സമരം നയിച്ചത്. അഹിംസയിൽ അധിഷ്ഠിതമായ തന്റെ സത്യാഗ്രഹ സമര രീതിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്തത്. 1894 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി. എക്സാമിന് ചോദിക്കുക, ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ദക്ഷിണാഫ്രിക്കയില് ഗാന്ധിജി സ്ഥാപിച്ചതാണ് നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്, NIC. എന്താണ് നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചത്? ദക്ഷിണാഫ്രിക്കയിലാണ്, ഗാന്ധിജിയാണ്. അതും കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആംബുലൻസ് കോർപ്സ്. ആംബുലൻസ് കോർപ്സ് എന്താണ്? ബോയർ യുദ്ധ സമയത്ത് 1899 ബോയർ യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സേനയെ സഹായിക്കുന്നതിനായി ഗാന്ധിജി ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ദക്ഷിണാഫ്രിക്കയിലെ 1899 അദ്ദേഹം സംഘടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സത്യാഗ്രഹത്തിന്റെ ജനനം 1906 ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തിന്റെ ജനനം. ഏഷ്യക്കാർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ ബ്ലാക്ക് ആക്ട് ഉണ്ട്. ഏഷ്യാറ്റിക് രജിസ്ട്രേഷൻ ആക്ട് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്, അല്ലെ ബ്ലാക്ക് ആക്ട്. അതിനെതിരെയാണ് അദ്ദേഹം സത്യാഗ്രഹം എന്ന സമരമുറ ഗാന്ധിജി 1906 സ്വീകരിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടോൾസ്റ്റോയ് ഫാം, ഫീനിക്സ് സെറ്റിൽമെന്റ്. ലളിത ജീവിതവും സത്യാഗ്രഹ പരിശീലനത്തിനുമായി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ചതാണ് ഫീനിക്സ് സെറ്റിൽമെന്റ്. 1904 ഫീനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ 1910 ടോൾസ്റ്റോയ് ഫാം ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ 1910 ടോൾസ്റ്റോയ് ഫാം സ്വീകരിച്ചു.
1915 അദ്ദേഹം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ റിലീഫ് ആക്ട് 1914 ദീർഘകാലത്തെ പോരാട്ടങ്ങൾക്കൊടുവില് 3 പൗണ്ട് നികുതി പിൻവലിക്കാനും ഇന്ത്യൻ വിവാഹങ്ങൾക്ക് നിയമസാധുത നൽകാനും ദക്ഷിണാഫ്രിക്കൻ സർക്കാർ നിർബന്ധിതമായ ഒന്നാണ് ഇന്ത്യൻ റിലീഫ് ആക്ട് 1914. അതുപോലെ ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾക്കിടെയാണ് അദ്ദേഹത്തിന് എന്ത് പേര് ലഭിച്ചത്? മഹാത്മാ എന്ന വിശേഷണം ലഭിച്ചത്. ഓക്കെ അല്ലേ? ദക്ഷിണാഫ്രിക്കയില് ഗാന്ധിജി വികസിപ്പിച്ചെടുത്ത അഹിംസാത്മകമായ സമരമുറകളാണ് പിന്നീട് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായ നെൽസൺ മണ്ടേലയെ പോലുള്ള നേതാക്കൾക്കും അതുപോലെ തന്നെ വംശീയ വിവേചനത്തിനെതിരായ പോരാട്ടങ്ങൾക്കുമൊക്കെ വലിയ പ്രചോദനമായി മാറുകയും 1915 അങ്ങനെ ഗാന്ധിജി തൻ്റെ യഥാർത്ഥ സമരത്തിലെ പരിശീലനക്കളരിയായിരുന്ന ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എവിടേക്ക് എത്തിയത്? ഇന്ത്യയിലേക്ക് മടങ്ങിയത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി ദക്ഷിണാഫ്രിക്കയിലെ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു 1893 മുതൽ 1914 വരെയുള്ള ദക്ഷിണാഫ്രിക്കയിലെ കാലം എന്ന് പറയുന്നത് അല്ലേ? പീറ്റർ മാരിറ്റ്സ്ബർഗ് ട്രെയിൻ സംഭവം നടക്കുന്നത് 1890 ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജി 1894 അതുപോലെ തന്നെ ബോയർ യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സേനയെ സഹായിക്കുന്നതിനായി ഗാന്ധിജി രൂപം നൽകിയ ഇന്ത്യൻ ആംബുലൻസ് എന്ന് പറയുന്ന ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഗാന്ധിജി സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 1906 സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിക്കുന്നതും സത്യാഗ്രഹത്തിന്റെ ജനനം തന്നെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. ഏതിനെതിരെയാണ്? ബ്ലാക്ക് ആക്ടിനെതിരെ, അതായത് ഏഷ്യാറ്റിക് രജിസ്ട്രേഷൻ ആക്ട്, ഏഷ്യക്കാർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ ബ്ലാക്ക് ആക്ടിനെതിരെയാണ് ഗാന്ധിജി സത്യാഗ്രഹം 1906 ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ടോൾസ്റ്റോയ് ഫാം 1910 അതുപോലെ തന്നെ ഫീനിക്സ് സെറ്റിൽമെന്റ് 1904 സ്ഥാപിച്ചു എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച് അദ്ദേഹം പുറത്തിറക്കിയ പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയാം. അതുപോലെ ഇന്ത്യൻ റിലീഫ് ആക്ട് 1914 ഇന്ത്യൻ റിലീഫ് ആക്ട്, മഹാത്മാ എന്ന വെളിപ്പേര് ഗാന്ധിജിക്ക് ലഭിച്ചത് ഈ ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾക്കിടെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഗാന്ധിജി ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് അല്ലേ? ഈ ജനുവരി 9 നമ്മൾ ദേശീയ പ്രവാസി ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് അല്ലെ? ദേശീയ പ്രവാസി ദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് ജനുവരി 9. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ തിരിച്ചുവരവാണ് 1915 ജനുവരി 9 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിവസമാണ്. ജനുവരി 9 ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാസി എന്ന് വിശേഷണമുള്ള ഗാന്ധിജിയുടെ മടങ്ങിവരവിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത്. ജനുവരി 9 ദേശീയ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി 1915 ജനുവരി 9 തിരിച്ചെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ആദ്യം ശ്രദ്ധ പതിപ്പിക്കുന്നത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. നമ്മൾക്കറിയാം, ആദ്യമായിട്ട് ഗാന്ധിജി ഇടപെട്ട ഇന്ത്യയിലെ സമരമാണ് ചമ്പാരൻ സമരം എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിലാണ് ഗാന്ധിജി ഇടപെടുന്നത് എന്നറിയാം. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ. ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ല എന്ന കർഷകന്റെ പ്രേരണയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അവിടെ എത്തുന്നത്. എവിടെ എത്തുന്നത്? ബീഹാറിലെ ചമ്പാരനിൽ എത്തുന്നത്. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടം ഉടമകള് ചൂഷണം ചെയ്തിരുന്നു എന്നറിയാം. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി, അതായത് ഗാന്ധിജി കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെയൊക്കെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തത്ഫലമായിട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെയൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗാന്ധിജി 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തില് ഗാന്ധിജി അഹമ്മദാബാദ് തുണിമിൽ സമരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം. അതായത് പ്ലേഗ് ബോണസ് ഒക്കെ നൽകിയിരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്.
അങ്ങനെ ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തില് വർധനവൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്തു നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് 1910 തന്നെ ഗുജറാത്തിലെ തന്നെ ഖേദയിലെ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തുന്നത്. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശമുണ്ടായ ഖേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങിയെന്നും അങ്ങനെ ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകരുകയൊക്കെ ചെയ്യുന്നുണ്ട്. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ അങ്ങനെ തയ്യാറാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 സമരങ്ങൾ, ഒന്നാമത്തെ സമരം എന്ന് പറയുന്ന 1917 ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ തന്നെ രണ്ടാമത്തെ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം, മൂന്നാമത്തത് ഖേദയിലെ കർഷകർക്ക് വേണ്ടിയുള്ള, ഗുജറാത്തിലെ ഖേദയിലെ കർഷകർക്ക് വേണ്ടിയുള്ള 1918 സമരം. അപ്പോൾ ഈ 3 സമരങ്ങളിലൂടെയാണ് ഗാന്ധിജി ഒരു ദേശീയ നേതാവായി മാറുന്നത്. ഓക്കെ അല്ലേ? ഗാന്ധിജി ഒരു ദേശീയ നേതാവായി മാറുന്നത്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ 1917 മുതൽ 1918 വരെ ആയിരുന്നു അല്ലേ? ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിലെ നീലം കർഷകർക്കായി നടത്തിയ ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ ആദ്യ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ തന്നെ അഹമ്മദാബാദ് മിൽ സമരം 1918 തുണിമില്ലിലെ തൊഴിലാളികളിനായി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അഹമ്മദാബാദ് മിൽ സമരമാണ്. അതുപോലെ തന്നെ ഖേഡ സത്യാഗ്രഹം 1918 തന്നെയാണ്. വിളനാശം സംഭവിച്ച ഗുജറാത്തിലെ കർഷകർക്ക് നികുതി ഇളവ് നേടിക്കൊടുത്ത ഗാന്ധിജിയുടെ സമരം സത്യാഗ്രഹമായിരുന്നു ഇത് 1918 ഖേഡ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ ഗാന്ധിജി എന്ത് ചെയ്ത് പുതിയൊരു ദേശീയ നേതാവൊക്കെ ആയെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ദേശീയ തലത്തില് പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് റൗലത്ത് ആക്ട്, നിങ്ങൾക്കറിയാം 1919 വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്ന റൗലത്ത് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചതാണ് ഗാന്ധിജി അല്ലെ? അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് ഗാന്ധിജി എത്തിച്ചേരുന്നത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. നമുക്കറിയാം 1914 മുതൽ 1918 വരെ 1-ാം ലോക മഹായുദ്ധം നീണ്ടു നിന്നു എന്നറിയാം അല്ലെ? ആ 1-ാം ലോക മഹായുദ്ധം തന്നെ ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു. യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ, കാരണം ബ്രിട്ടൻ അതിൽ പങ്കെടുത്തതാണല്ലോ, യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതിയൊക്കെ ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഇന്ത്യയിലെ ഭക്ഷ്യക്ഷാമത്തിനൊക്കെ ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും ഇന്ത്യയിലെ സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. അങ്ങനെ നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു എന്നൊക്കെ അറിയാം. അപ്പൊ ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. അതിനോടനുബന്ധിച്ചായിരുന്നു റൗലത്ത് ആക്ട് അല്ലെ? 1-ാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 1919 എന്ത് നടപ്പിലാക്കുന്നത്? റൗലത്ത് ആക്ട്. റൗലത്ത് സത്യാഗ്രഹം നിങ്ങൾക്ക് 1919 വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്ന റൗലത്ത് നിയമത്തിനെതിരെ രാജ്യവ്യാപകമായിട്ട് ഗാന്ധിജിയുടെ നേരില് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിഷേധിക്കുന്നുണ്ട്. ഈ റൗലത്ത് നിയമത്തിൽ എന്തൊക്കെയായിരുന്നു പ്രതിപാദിച്ചിരുന്നത്? വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. പൗരാവകാശങ്ങളെ തടയുന്ന നിയമമായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കുക. കാരണം 1-ാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ, അതായത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം നടപ്പിലാക്കിയ ഒന്നാണ് റൗലത്ത് ആക്ട് എന്ന് പറയുന്നത്. അങ്ങനെ പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? 1919 ഏപ്രിൽ 6 ഒരു ദേശീയ ഹർത്താലൊക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രചരണത്തിനായത് ഓർത്തിരിക്കണം, ഈ റൗലത്ത് സത്യാഗ്രഹത്തിന്റെ പ്രചരണത്തിനായിട്ട് സത്യഗ്രഹ സഭ, എക്സാമിന് ചോദിക്കാം, സത്യഗ്രഹ സഭ ഗാന്ധിജി രൂപീകരിച്ചു. എന്താണ് സത്യഗ്രഹ സഭ? അങ്ങനെ 1919 ഏപ്രിൽ 6 ഹർത്താലില് വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. അങ്ങനെ ഓർത്തിരിക്കണം, ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് ഗാന്ധിജി എന്തിനെയാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൗലത്ത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1919 ഏപ്രിൽ 6 നടത്തിയ ഹർത്താലിനെ, ദേശീയ ഹർത്താലിനെയാണ് ഗാന്ധിജി ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് വിശേഷിപ്പിച്ചത്. SCRT ഫാക്ട് ആണ്. നമുക്കറിയാം പഞ്ചാബിലും ലാഹോറിലും റൗലത്ത് നിയമത്തിനെതിരെയുള്ള സമരമൊക്കെ ശക്തമായിരുന്നു.
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഞ്ചാബിലെ ജനകീയ നേതാക്കളായിരുന്നു ഡോക്ടർ സത്യപാലൻ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. അപ്പോൾ ഇവരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നുണ്ട് ഈ റൗലത്ത് നിയമത്തിനെതിരെയുള്ള സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ. അങ്ങനെ അമൃത്സറിൽ, പഞ്ചാബിലെ അമൃത്സറിൽ പട്ടാള നിയമമൊക്കെ ബ്രിട്ടീഷുകാർ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 1919 ഏപ്രിൽ 13 ആരുടെയൊക്കെ, അതായത് റൗലറ്റ് നിയമത്തിനെതിരെ കൊണ്ടുവന്ന റൗലറ്റ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ സൈഫുദ്ദീൻ കിച്ലുവിനെയും ഡോക്ടർ സത്യപാലിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒരു പൊതുയോഗം നടക്കുന്നത്. ഈ പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം എന്ത് ചെയ്ത് വെടിവയ്പ് നടത്തിയെന്നറിയാം. ഒരൊറ്റ പ്രവേശന കവാടം, ആ ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ ആ മൈതാനത്തിന്, ജാലിയൻ വാലാബാഗ്, അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ജാലിയൻ വാലാബാഗിലെ വെടിവെപ്പിലെ ബലമായിട്ട് ചുമരില് രൂപപ്പെട്ട ദ്വാരങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു ജനറൽ റെജിനാൾഡ് ഡയറിന്റെ നേതൃത്വത്തിൽ വെടിവെപ്പ് ഉണ്ടായത്. അങ്ങനെ 10 മിനിറ്റ് നേരമാണ് തുടർച്ചയായിട്ട് വെടിവെപ്പ് നടന്നത്. അങ്ങനെ 379 പേർ ഈ വെടിവെപ്പിൽ സർക്കാർ രേഖപ്രകാരം കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർക്ക് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയില് പരിക്കേറ്റു. അതും കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ ഏർപ്പെടുത്തിയ കമ്മീഷനാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹണ്ടർ കമ്മീഷൻ? ഈ ഹണ്ടർ കമ്മീഷൻ ജനറൽ റെജിനാൾഡ് ഡയറിനോട് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരമൊക്കെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇത് ലോയിസ് ഫിഷറുടെ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ലോയിസ് ഫിഷറുടെ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം രചിച്ചത് ലോയിസ് ഫിഷർ ആണ്. അതും സന്ദർഭവശാൽ ഓർത്തിരിക്കണം. അപ്പോൾ ഈ റൗലറ്റ് നിയമത്തിനെതിരെ സമരം നമ്മൾ പറഞ്ഞു, റൗലറ്റ് ആക്ടിനെതിരെയുള്ള സമരം, റൗലറ്റ് സത്യാഗ്രഹം 1919 അല്ലേ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു വഴിത്തിരിവായി മാറുകയാണ് ചെയ്തത്. എന്നാൽ അത് നഗരമേഖലയിലാണ് പ്രധാനമായും കരുത്താർജിച്ചിരുന്നത്. ഗ്രാമീണ മേഖലകളിലേക്കും ഈ സമരം വ്യാപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെടുകയും ഇത് പ്രായോഗികമാക്കാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തമാകണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുക്കുന്നത്. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രാമപ്രദേശങ്ങളിലൂടെ സമരം വ്യാപിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആയിരുന്നു ഇന്ത്യയില് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം. എന്തിനാണ് ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിതമായെന്നൊക്കെ അറിയാം. 1-ാം ലോക മഹായുദ്ധ അനന്തരം തുർക്കിയിലെ ഖലീഫയായിരുന്ന, തുർക്കിയിലെ ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ബ്രിട്ടീഷ് ഇല്ലാതാക്കുന്നുണ്ട് 1-ാം ലോക മഹായുദ്ധാനന്തരം. അപ്പോൾ 1-ാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നുണ്ട്. ആ ഉടമ്പടിയുടെ പേര് സെവറസ് ഉടമ്പടി എന്നാണ്. എക്സാമിന് ചോദിക്കുക, എന്താണ് സെവറസ്? ഓക്കെ, 1-ാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് സെവറസ് ഉടമ്പടി. അപ്പോൾ ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളൊക്കെ ഇല്ലാതാവുകയും അങ്ങനെ ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം നിസ്സഹകരണ സമരം വരുന്നത് അല്ലേ. 1920 മുതൽ 22 വരെ നിസ്സഹകരണ സമരം വരുന്നത്. വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഖാദി പ്രചരണവും വഴി ബ്രിട്ടീഷ് ഭരണത്തെ നിശ്ചലമാക്കാൻ ശ്രമിച്ച ഒന്നാണ് നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. ഈ നിസ്സഹകരണ സമരം പിൻവലിക്കാനുണ്ടായ സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. അപ്പോൾ ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ
അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരമൊക്കെ ആരംഭിക്കുന്നു. ആ നിസ്സഹകരണ സമരത്തിൽ ഉൾപ്പെട്ടിരുന്നത് എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികള് തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്നിവയൊക്കെ നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള സമരത്തിന്റെ രീതികളാണ്. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകള് ബഹിഷ്കരിക്കുക എന്നുള്ളത്. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ഈ നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള സമരപാലത്തെ പരിപാടികളായിരുന്നു. അങ്ങനെ നിസ്സഹകരണത്തിന്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിൽ കാണുകയും, ഇങ്ങനെ ഈ സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം എന്നത് സാധാരണക്കാരുടേത് കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സമരത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകളും തൊഴിലാളികളും വിദ്യാർത്ഥികളും ഗോത്രജനതയും കർഷകരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. സ്ത്രീകളെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കാൻ തുടങ്ങിയ സമര രീതികളിലൊക്കെ സ്ത്രീകളെ പങ്കാളികളാകുന്നുണ്ട്. തൊഴിലാളികൾ നിസ്സഹകരണ സമരത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെയായിരുന്നു? മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമില്ലെ തൊഴിലാളികള്, ഓർത്തിരിക്കണം, മദ്രാസിലായിരുന്നു ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമില്ല്. അവിടുത്തെ തൊഴിലാളികൾ, അതേപോലെ അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവരെ പണിമുടക്കി സമരത്തോടൊക്കെ സഹകരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? സർക്കാർ സ്കൂളുകളും ബ്രിട്ടീഷുകാരൊക്കെ സ്ഥാപിച്ചിട്ടുള്ള കോളേജുകളും ഒക്കെ ബഹിഷ്കരിക്കുകയും അവർ ദേശീയ വിദ്യാലയത്തിൽ ചേർന്ന് പഠനം തുടരുകയും, അതുപോലെ തന്നെ ഓർത്തിരിക്കണം, ഈ കാലത്താണ് ബനാറസിലെ, അതായത് നിസ്സഹകരണ സമരത്തിന്റെ കാലത്താണ് ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്തിലെ വിദ്യാപീഠം, അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി അറിയാമല്ലോ, ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഗോത്രജനത എങ്ങനെയാണ് നിസ്സഹകരണ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചത്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വനനിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഗോത്രജനത സമരത്തിൽ പങ്കാളികളാകുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ബ്രിട്ടീഷുകാർ പാസാക്കിയ നിയമങ്ങളൊക്കെ തടസ്സമായിരുന്നു. കർഷകർ എങ്ങനെയായിരുന്നു? ധാരാളം കർഷകർ എങ്ങനെയായിരുന്നു സമരത്തിൽ പങ്കാളികളായത്? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ എക്സാമിന് ചോദിക്കും അവധ് കിസാൻ സഭ രൂപീകരിച്ചത്. ഈ നിസ്സഹകരണ സമരത്തിന്റെ സമയത്താണ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിക്കുന്നത്. ബംഗാളിലെ കാർഷിക മേഖലകളില് ചണം കൃഷി ബഹിഷ്കരണ സമരമൊക്കെ നടക്കുകയും ചണത്തിന് പകരം നെല്ലും പരുത്തിയൊക്കെ അവര് കൃഷി ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകൾ പൂട്ടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക, പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള. അപ്പോൾ നമുക്കറിയാം 1922 വരെയാണ് നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവം നടക്കുന്നത്. ഫെബ്രുവരി 5-നാണ് 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയില് സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ഗാന്ധിജി അതുവരെ എന്തായിരുന്നു അഹിംസാത്മകമായിട്ടുള്ള സമരമായിരുന്നു മുന്നോട്ട് നയിച്ചിരുന്നത്. പക്ഷേ ഈ ആളുകള് പ്രകോപിതരായ ജനക്കൂട്ടം എന്ത് ചെയ്യുന്നു? ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷനെ തീയിൽ വെക്കുകയും 22 പോലീസുകാരാണ് കൊല്ലപ്പെടുന്നത്. അങ്ങനെ അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ട് ഗാന്ധിജിക്ക് തോന്നിയത് കൊണ്ട് ഗാന്ധിജി നിസ്സഹകരണ സമരം എന്ത് ചെയ്തു? പിൻവലിക്കുകയാണ് ചെയ്തത്. ഈ ഗാന്ധിജിയുടെ തീരുമാനം മറ്റു നേതാക്കളെയൊക്കെ അമ്പരിപ്പിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജിയെ കടുത്ത രീതിയിൽ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുഭാഷ് ചന്ദ്ര ബോസ് എക്സാമിന് ചോദിക്കാം, ഈ നിസ്സഹകരണ സമരം ഗാന്ധിജി പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്നാണ് ആര് വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് നിസ്സഹകരണ സമരം പിൻവലിച്ചതിനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹിന്ദ് സ്വരാജ്, കേട്ടിട്ടുണ്ടോ?
ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. എന്താണ്? ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഏത്? ഹിന്ദ് സ്വരാജ്. ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി എന്ത് ചെയ്തു? എങ്ങനെയാണ് വിശദീകരിച്ചിരുന്നത്? ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വയംഭരണമാണ്. അപ്പോൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്താണ്? ഇന്ത്യയുടെ സ്വയംഭരണം എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിരാല പെരാല? എന്താണ് കേട്ടിട്ടുണ്ടോ ചിരാല പെരാല? ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു നഗരമായിരുന്നു ചിരാല പെരാല. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറു നഗരമായിരുന്നു ചിരാല പെരാല. ഇതൊക്കെ SCRT ഫാക്ട്സ് ആണ്, ഒരുപക്ഷെ അതുകൊണ്ട് എക്സാമിന് ചോദിക്കാം. അപ്പൊ ഈ ചിരാല പെരാലയെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താനായിട്ട് ഗവൺമെന്റ് നീക്കമൊക്കെ തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ, കാരണം മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് ഉയർത്തുമ്പോൾ നികുതി വർദ്ധിക്കും, അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കും. അപ്പോൾ ഇതിനെതിരെ ഓർത്തിരിക്കണം, എക്സാമിന് ചോദിക്കും. ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ ആരാണ്? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തി. ആ നികുതി നിഷേധ സമരം നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ചിരാല പെരാല എന്ന് പറയുന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ആരുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത്? നികുതി നിഷേധ സമരം നടത്തിയത് ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ. അങ്ങനെ 11 മാസക്കാലം അവരെന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരിടത്താണ് കഴിയുന്നത്. അപ്പോൾ ഈ ചിരാല പെരാലയെ കുറിച്ചുള്ള ഈ സമരത്തെക്കുറിച്ച്, നികുതി നിഷേധ സമരത്തെക്കുറിച്ചൊക്കെ മോഡേൺ ഇന്ത്യ 1885 to 1947 സുമിത് സർക്കാരിന്റെ മോഡേൺ ഇന്ത്യ 1885 മുതൽ 1947 വരെയുള്ള മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന സുമിത് സർക്കാരിന്റെ പുസ്തകത്തിലാണ് ഇത് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തി നിസ്സഹകരണ സമരം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് കുറേയധികം ഫാക്ട്സ് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും, നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. SCRT ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ ഫാക്ട്സ് ഒക്കെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തായാലും ഇത് എക്സാമിന് പ്രയോജനം ചെയ്യും. കണ്ട് കേട്ട് മനസ്സിലാക്കുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.